ഇരിങ്ങാലക്കുട രൂപതയുടെ ചരിത്രത്തിലാദ്യമായി നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് മെയ് 19 ഞായറാഴ്ച ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടക്കും. കേരള സഭയുടെ നവീകരണത്തിന്റെ ഭാഗമായും ഇരിങ്ങാലക്കുട രൂപതയുടെ സുവർണ ജൂബിലിക്ക് ഒരുക്കമായുമാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തുന്നത്. ഒന്നായി ഒരു ഹൃദയമായി ദിവ്യകാരുണ്യത്തിലേക്ക് എന്ന ആപ്തവാക്യവുമായി ദിവ്യകാരുണ്യം ജീവകാരുണ്യം എന്ന വലിയ സന്ദേശവുമായി ദൈവജനം മുഴുവൻ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ അണിചേരുന്ന അനുഗ്രഹത്തിന്റെ സമയങ്ങളാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ്. രൂപതയിലെ 60,000-ഓളം കുടുംബങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 25,000 പേർ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കും. ഞായറാഴ്ച രാവിലെ 9:30 ആരംഭിക്കുന്ന പരിപാടിയിൽ 7ഓളം കേന്ദ്രങ്ങളിൽ ദിവ്യകാരുണ്യ സെമിനാറുകൾ നടക്കും. ക്ലാസുകൾക്ക് ഫാദർ ഡേവിഡ് ചെറമേൽ, ഫാദർ ജോയ് ചെഞ്ചേരിൽ, ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലയ്ക്കൽ, ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ, ശശി ഇമ്മാനുവൽ, ഫാദർ ഏലിയാസ് OFM, ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകും. വൈദികർ, സന്യസ്തർ, അമ്മമാർ, യുവജനങ്ങൾ, മതാധ്യാപകർ, കുട്ടികൾ, യുവദമ്പതികൾ, കൈക്കാരന്മാർ, ഇടവക പ്രതിനിധികൾ, കുടുംബ സമ്മേളന ഭാരവാഹികൾ എന്നിങ്ങനെ 7 സ്ഥലങ്ങളിലായി നടക്കുന്ന ദിവ്യകാരുണ്യ സെമിനാറുകൾക്ക് ഇടവകകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 10,000 പേർ പങ്കെടുക്കും. കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണുകോടൻ അധ്യക്ഷത വഹിക്കും. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് പാനിക്കുളം ദിവ്യകാരുണ്യ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ദിവ്യകാരുണ്യ അനുഭവം പങ്കുവയ്ക്കും. ഉച്ച മുതൽ നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ഫാദർ അഗസ്റ്റിൻ വല്ലൂരാൻ VC നേതൃത്വം നൽകും. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ദിവ്യകാരുണ്യ ആരാധനയുടെ ആശീർവാദം നൽകും. തുടർന്നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് മാർ പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാലക്കാട് രൂപത മെത്രാൻ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ വചന സന്ദേശം നൽകും. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടക്കും. ദിവ്യകാരുണ്യ കോൺഗ്രസിനൊരുക്കമായി വ്യക്തികളും കുടുംബങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് 5 ലക്ഷത്തോളം ജപമാലകളാണ് ചൊല്ലുന്നത്. ദിവ്യകാരുണ്യ കോൺഗ്രസിനോടനുബന്ധിച്ച് രൂപതയുടെ സ്പിരിച്വാലിറ്റി സെന്ററിൽ 40 മണിക്കൂർ ആരാധനയിൽ വിശ്വാസികൾ പങ്കെടുത്തു. ആളൂർ BLM കപ്പേളയിൽ മെയ് 1 മുതൽ അഖണ്ഡ ആരാധന നടക്കുന്നുണ്ട്. രൂപതയിലെ 141 ഇടവകകളിലേക്കും ദിവ്യകാരുണ്യ സന്ദേശയാത്ര നടത്തിയിരുന്നു.